ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എമ്പുരാൻ തിയേറ്ററിൽ കണ്ട ഒരു വലിയൊരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. വളരെയധികം ഗംഭീരമായൊരു മൂവി. കാരണം തിയേറ്ററിലേക്ക് എന്നെ ആഘോഷം കൊണ്ട് നിറഞ്ഞാടാൻ പറ്റിയൊരു കുറേ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഫുൾ പാക്കഡ് നോക്കുകയാണെങ്കിൽ സിനിമ ഒരു രക്ഷയില്ല. അതിഗംഭീരമായൊരു എന്താ പറയുക തിയേറ്റർ പ്രസൻസും അതിഗംഭീരമായിട്ടുള്ള തിയേറ്ററിൻ്റെ വിഷ്വലൈസേഷനും അടിപൊളി. കാരണം പൃഥ്വിരാജ് ഈ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഓരോ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭയങ്കര രസമുണ്ട്. കാരണം ഒരു ഡയറക്ഷൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ഹീസ് പ്രൂവ്ഡ്. പിന്നെ ഇതിൻ്റെ എടുത്ത് വേറൊരു പാഠം നമ്മൾ പറയണം, ഇതിൻ്റെ ഓരോ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് ക്യാമറമാനെ നമ്മൾ ഭയങ്കര അഭിനന്ദിക്കണം. കാരണം അത്രമാത്രം ഇടിപൊളി സ്റ്റൈലാണ് ക്യാമറേൻ്റെ ഓരോ മൂവ്മെൻറ്റ്സൊക്കെ അധികം ചെയ്തിരിക്കുന്നത്. അതിന് നമ്മുടെ പൃഥ്വിരാജ് എന്ന ഒരു ഡയറക്ടറിൻ്റെ കൈകടത്തിൽ ഒരുപാടുണ്ടായിരിക്കും. കാരണം പടം വിഷ്വലി 100% ഓക്കെയാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക പെർഫോമൻസും മോഹൻലാലിനെ കാണിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഒരു രക്ഷയില്ല. എന്താണെന്നറിയോ, ഒരു ഗൂസ് ബംസൊക്കെ എടുത്ത് ചാടി വരും. അത്രമാത്രം നല്ലൊരു സ്ക്രീൻ പ്രസൻസാണ് അതിൻ്റെ മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഥയുടെ തുടക്കമൊക്കെ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോൾ നല്ല ഒരു ഇടിപെട്ടി സീനിലൂടെ തുടങ്ങി കൊണ്ടുപോകുന്നത് അതൊരു ഭയങ്കര പെർഫെക്ഷനായിരുന്നു. കാരണം അതിലൊന്നും ഒരു കുറ്റവും കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും എനിക്കിത് പറയാനുള്ളതാകുള്ളത്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ കഥ പറയുന്നത് വളരെ ചെറിയൊരു കഥയാണ്. മറ്റേ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ കഥയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നി എനിക്ക്. കാരണം വളരെ ചെറിയ കഥയിൽ അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബേസിൽ ഒരു 10-25 നില ബിൽഡിംഗ് കെട്ടി അങ്ങനെ ഉണ്ടാവും, അതിനൊരു ബാലൻസ് കുറവുണ്ടാവും. അത് തന്നെയാണ് ഇതിൻ്റെ ചെറിയൊരു പ്രശ്നമായി എനിക്ക് തോന്നി. കാരണം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യൻ്റെ പെർഫോമൻസ്, മഞ്ജു വാര്യർ നമ്മൾ ശരിക്കും ആ സിനിമയിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇല്ലെങ്കിൽ അദ്ദേഹം ബിഹേവ് ചെയ്യുന്ന ഓരോ ആറ്റിറ്റ്യൂഡും ഇല്ലെങ്കിൽ ഓരോ വേ ഓഫ് ഡെലിവറിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഡയലോഗ്, അതൊക്കെ ബാധിക്കുമ്പോൾ ഒരു ബോൾഡായിട്ടുള്ളൊരു ലേഡി ഇങ്ങനെ ആവണം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് മഞ്ജു വാര്യർ ചെയ്തിരിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ ഓരോ പാർട്ട് വരുന്നതും നല്ല ഗംഭീരമായിട്ടുണ്ട്. മോഹൻലാൽ വരുമ്പോഴൊക്കെ നമുക്ക് പോകാനും ആർപ്പ് വിളിക്കാനുള്ള എല്ലാ വകുപ്പുകളും മോഹൻലാൽ വരിക. പക്ഷേ നല്ല സൂപ്പറായിരുന്നു കാണാൻ. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് ആകെ ഉള്ളത് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തത് ഒട്ടും കൊള്ളില്ല. കാരണം എത്ര വലിയ സീനാണ് മുന്നിൽ കൂടെ കടന്നു പോകുന്നത്, നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നത്, പക്ഷേ അതിന് പറ്റിയൊരു മ്യൂസിക് ഇല്ല എന്നുള്ളത് കാര്യം എടുത്ത് പറയണം. കാരണം ദീപക് ദേവിനെ കൊണ്ടൊന്ന് കൂട്ടാൻ പറ്റുന്ന കാര്യമില്ലത്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിലർ റിവ്യൂ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപക് ദേവിനെ കൊണ്ടൊന്നും പറ്റില്ല. കാരണം ഇല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മറ്റു ഇൻഡസ്ട്രീൻ്റെ കാളെ വിളിച്ചെടുത്താൽ മതിയായിരുന്നു. കാരണം അത്രമാത്രം എലിവേറ്റ് ചെയ്യാനുള്ള സീൻസ് ഉണ്ടായിട്ട് അതിനൊന്നും അത്രമാത്രം ഹൈപ്പോടുകൂടി എലിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പല സീൻസിലും. അത് വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാകെ 50% മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര മാത്രമേ ഉള്ളൂ. കാരണം ലൂസിഫർ പറഞ്ഞ മൂവി അത്ര ഹൈ വോൾട്ട് നിൽക്കുക, അത്രയും നമുക്ക് എക്സ്പെക്റ്റേഷൻ തന്ന അത്രയും നല്ല നിൽക്കുക. പക്ഷേ ഇതിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഇത് വരുന്നില്ല, അത് സത്യമാണ്. ഈ മൂവിക്ക് എക്സ്പെക്റ്റേഷൻ ഒരിക്കലും തന്നെ നമ്മൾ ആ ഒരു പറയുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ചില സീൻസൊക്കെ ചിലപ്പോൾ ഈ സീൻസൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പിന്നെ വെറുതെ വന്നു പോയ സീൻസ് പോലെ ആയി തോന്നുന്നുണ്ട് കുറേ ആളുകളെ. പിന്നെ അവർ ചില റിപ്പീറ്റേഷൻ സീൻസ് പോലെയൊക്കെ തോന്നിപ്പോവും. അങ്ങനെ കുറച്ച് ന്യൂനതകൾക്കുണ്ട്. പക്ഷേ എന്നാലും ഒരു മൂവി എന്ന നിലയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കി കാണുകയാണെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള സംഭവവും ഉണ്ട് ഇതിൽ. ഓക്കെ. പിന്നെ വില്ലനായിട്ട് കാണിച്ചിരിക്കുന്ന വ്യക്തി നമ്മൾ ഇതുവരെയും കണ്ടിരിക്കുന്നത് വില്ലനെ കാണിക്കാനുള്ള ഫേസ് കാണിക്കുവാൻ സോഷ്യൽ മീഡിയയിൽ അലറിക്കൊണ്ടിരുന്നു. നമ്മൾ ഇതിൻ്റെ ഫേസ് കാണിച്ചപ്പോൾ ഫേസ് കാണിക്കേണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം വില്ലൻ അത്ര വലിയ ഒരു ഹൈപ്പായിട്ട് തോന്നിച്ചില്ല ഈ സിനിമ. കാരണം ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനൊക്കെ നൈസായിരുന്നു. പക്ഷേ ആ വില്ലൻ നമ്മൾ ഫേസ് കാണിക്കുമ്പോൾ തന്നെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ബാക്കിയുള്ള പാട്ടൊക്കെ തന്നെ സെറ്റപ്പായിരുന്നു. നല്ല ഒരു അതിഗംഭീരമായുള്ളൊരു മേക്കിംഗ് ആണ് പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയുന്നതിനെ പറ്റി മോഹൻലാൽ കാണിക്കുന്ന എല്ലാം തന്നെ സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലൊക്കെ വരുമ്പോഴുള്ള സീൻസൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ചില സമയത്ത് നമുക്ക് ഹോളിവുഡ് മൂവിയാണെന്നൊക്കെ തോന്നിപ്പോവും. അത്രയും നല്ലൊരു പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വെക്കേഷൻ മൂഡിൽ നമുക്കൊരു ആഘോഷമായിട്ട് ചെന്ന് കാണാൻ പറ്റിയൊരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ലോജിക്കൊന്നും അങ്ങനെ നോക്കാതെ പോയി കാണുകയാണെങ്കിൽ എല്ലാം സെറ്റപ്പായിരിക്കും. ബാക്കി ഈ കഥ ഒരു സ്റ്റോറി വളരെ ചെറുതാണ്. ആ സ്റ്റോറിയിൽ ഇങ്ങനെ എത്രയും വലിയൊരു ബിൽഡിങ്സ് കെട്ടിപ്പൊക്കിയപ്പോൾ ഉണ്ടായ ഒരു ഇൻബാലൻസിങ് ആണ് എനിക്ക് ചിലവിടെയൊക്കെ തോന്നിയത്. അത് ഓവറോൾ സിനിമ കാണുമ്പോൾ അതിന് വലിയൊരു ന്യൂനതയെ തോന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഈ സിനിമ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും തിയേറ്ററിൽ. നല്ലൊരു എന്താ പറയുക ഒരു ഓളം തീർക്കുന്നൊരു സിനിമ തന്നെയാണ് മോഹൻലാലിൻ്റെ. എന്തായാലും ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ എടുത്തു പറയാൻ അത്ര വലിയ പെർഫോമൻസ് ഇല്ല. ബാക്കിയുള്ളതൊക്കെ ചെറിയ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ ടോവിനോയ്ക്ക് വന്ന് പോയി ഒരു ടോവിനോയുടെ ഭാഗം വളരെ വ്യക്തമായിട്ട് ടോവിനോ ചെയ്തിട്ടുണ്ട്.
പിന്നെ വേറെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് തന്നെ മഞ്ജു വാര്യരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് തോന്നി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു കുഞ്ഞു ചെറുവേഷം കിട്ടിയിട്ടുള്ള ചെറിയ അദ്ദേഹത്തിൻ്റെ ചൈൽഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള കുട്ടിയുണ്ട്, മറ്റേ നമ്മുടെ സലാറിലെ ആ പയ്യൻ, അവൻ തന്നെയാണ് ഇതിലും, അതും വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും സിനിമ എന്തായാലും കൊള്ളാം. പോയി സിനിമ നിങ്ങൾ കാണും, കണ്ടിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. എന്തായാലും വില്ലനും കാണിക്കേണ്ടായിരുന്നു തോന്നി. പിന്നെ മൂന്നാമത്തെ ലീഡിലേക്കുള്ളതൊന്നും അത്ര ഗംഭീരമായിട്ടൊരു ലീഡ് തന്നിട്ടില്ല. കാരണം നമ്മൾക്ക് ലൂസിഫറിലേക്ക് നിന്ന് എംബ്രിയോയിലേക്കൊരു ലീഡ് തന്ന അത്രയും ഒരു ലീഡ്, അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡ് എന്താ പറയുക L3 തന്നിട്ടില്ല. കാരണം അത്രയും നമുക്ക് സ്ട്രോങ് അല്ല. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ നമ്മൾ ആ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ചിന്തിച്ച് പോകും. അങ്ങനെ ഒരു ചിന്ത അതിലേക്ക് വരും. കാരണം ഒരു ചെറിയൊരു ഇതിൻ്റെ എൻഡിങ് ക്ലൈമാക്സ് അത്രയും ആർക്കും ദഹിക്കും തോന്നില്ല. ദഹിക്കുന്നവർക്ക് ദഹിക്കട്ടെ. എന്തായാലും L3 വരും. L3 ചിലപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൊല്യൂഷനൊക്കെ ആയിരിക്കും. കാരണം ശങ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ 3 എടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ 2 എടുത്തെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും L3 എടുക്കാൻ വേണ്ടി ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് L3 എന്താണെന്ന് അറിയില്ല. കാരണം L3 എന്താ കഥ വരും എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം L2 തന്നെ ഇങ്ങനെ ഒരു അവിടെയും ഇവിടെയും തൊട്ടും തൊടാതെ പോയി ഒരു ക്ലാരിറ്റി ചെറിയൊരു കമ്മി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. വന്നിട്ട് സിനിമ നിങ്ങളെല്ലാം കാണും. സിനിമ കണ്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഓക്കെ, ബൈ, സീ യു.